ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു 2 days സ്റ്റേക്കേഷൻ പോയാലോ? ഇത് ആക്ച്വലി പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു. അതുകൊണ്ട് നിതിൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ബാഗെല്ലാം പാക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഇറങ്ങി. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ചിന്നക്കനാലിലുള്ള ഒരു റിഗാലിയ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ്. പണ്ടൊക്കെ ഈ വഴി വരുമ്പോ ഈ ഒരു വെള്ളച്ചാട്ടം കാണുമ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോ 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ ആ എക്സൈറ്റ്മെന്റ് ഒക്കെ മാറി. ജോണിക്കും എനിക്കും ഇതുപോലെ എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുക്കിംഗ് ഇതെന്റെ കുക്കിംഗ് ചാനൽ ആണെങ്കിലും ഡെയിലി കുക്കിംഗ് കുറച്ച് ബോറിംഗ് ആയി ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഇടയ്ക്ക്. പിന്നെ ജോണിക്കാണെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോഴാണ് ഇതിന്റെ കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെയിലിന്റെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. വെയിൽ വന്നാൽ എനിക്ക് അപ്പം മൈഗ്രെയിൻ വരും. അതുകൊണ്ട് മൈഗ്രെയിൻ ഒന്നും ഇല്ലാതെ വളരെ കൂളായിട്ടുള്ളൊരു ജേർണി ആയിരുന്നു ഇത്. പിന്നെ റോഡിനെ പറ്റിയാണെങ്കിൽ പറയേ വേണ്ട, വളരെ മോശം റോഡായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. ഒരു 5:30 ഒക്കെ ആയപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ ജോനെ ഫുൾ റൗണ്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് കാണാനായിട്ട്. ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ചെക്ക് ഇൻ ചെയ്തു, റൂമിലേക്ക് പോയി. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന റൂം കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല റൂമായിരുന്നു. പിന്നെ ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പൊ 18 ഡിഗ്രി ആയിരുന്നു. ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജോൺ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ജോൺ നല്ല കോസി ആയതുകൊണ്ട് ഇതുപോലെ ഹഗ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിതിൻ എന്തേ ഏത് നേരവും കുട്ടിയുടെ ടോയ് എടുത്ത് കളിക്കലാണ് ഇപ്പൊ ഇതിന്റെ മെയിൻ ഹോബി. എവിടെ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. ജോനയുടെ ഇയർ ഗ്ലൗസിന് വേണ്ടിയിട്ട് ജോനയും നിതിനും കൂടി എപ്പോഴും ഇടിയായിരിക്കും. പിന്നെ കുറച്ചു നേരം നമ്മൾ റൂമിലിരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഒരു 8 o'clock ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് റെഡി ആയത്. അപ്പൊ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ നോക്കുമ്പോൾ ജോന ബെഡൊക്കെ ക്ലീൻ ആക്കി ഇടുന്നു. ഇത് ആക്ച്വലി ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊരു ഹാബിറ്റാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ട, ബീഫ് ഫ്രൈ, പിന്നെ ഗീ റൈസ്, ചിക്കൻ 65. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ശ്രദ്ധിച്ചത്. ഒരു കൈ കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നു, വേറെ കൈ കൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. എന്താല്ലേ. പിന്നെ ഫുഡ് വാസ് സോ നല്ല യമ്മി ഫുഡായിരുന്നു. ആക്ച്വലി അവിടുത്തെ സ്റ്റേനേക്കാളും എനിക്ക് ഇഷ്ടമായത് അവരുടെ ഫുഡായിരുന്നു. ഗീ റൈസ് എല്ലാം ഭയങ്കര ഫ്ലേവർഫുൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു, ബിക്കോസ് മഴ ഉണ്ടായിരുന്നു. അപ്പൊ മഴ ഒന്ന് ചെറുതായിട്ട് നിൽക്കുന്നത് വരെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു. പിന്നെ നമ്മൾ റൂമിൽ പോയി ഉറങ്ങി ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും എണീറ്റു. ഞാൻ എണീറ്റു, നിതിൻ എണീറ്റു, ജോണി എണീറ്റു. പിന്നെ ആർക്കും ഉറക്കം വരുന്നുമില്ല, വിശക്കുന്നുണ്ട്. പക്ഷെ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ്, നമ്മുടെ കയ്യിൽ സ്നാക്സും ഇല്ല. ജോണിക്ക് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ ജോനയുടെ ഓട്ട് ബോക്സ് കാർട്ടൂൺ കണ്ട് ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തു പോയി ചായ കുടിക്കാമെന്ന് ഓർത്തു. ഇതിന്റെ അടുത്ത് തന്നെ കണ്ടില്ലേ, സൂം ഇൻ സൂം ഔട്ട്. ഇന്നലെ രാത്രി ഉണ്ടായ അത്ര തണുപ്പൊന്നും കാലത്തെ ഫീൽ ഉണ്ടായില്ല. ഞങ്ങളപ്പോ കാലത്തെയാണ് ആക്ച്വലി ഈ പ്രോപ്പർട്ടി എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് കണ്ടത്. പിന്നെ ജോന് ബാക്ക് സീറ്റിൽ ഇരിക്കാനായിട്ട് ഇച്ചിരി മടിയാണ്. ഇതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ടിലിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളുടെ കുട്ടികൾ കുഞ്ഞാണെന്നുണ്ടെങ്കിലും കാർ സീറ്റിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, എസ്പെഷ്യലി ഇതുപോലെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ജോനെ ഇരുത്തി പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോയി. എന്ത് രസമല്ലേ ഈ വാട്ടർ ഡ്രോപ്സ് ഒക്കെ കാണാൻ. നമ്മൾ ആക്ച്വലി മൂന്നാർ ക്യാപ് റോഡ് വരെ ഒന്ന് പോയി അവിടെ നിന്ന് ചായ കുടിക്കാന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ചായയൊക്കെ കുടിച്ച് തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് ജോണിക്ക് ഒരു ഹെഡ് ക്യാപ്പ് ഒക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ റൂമിലെത്തി. അവിടുന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു 11 ഒക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് മറയൂരിലേക്കാണ്. സോ മറയൂർ ദ മിസ്റ്റി റേഞ്ച് റിസോർട്ടിലേക്കാണ് നമ്മൾ പോണത്.
പോകുന്ന വഴിക്ക് ജോന നല്ല ഉറക്കായിരുന്നു. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. കണ്ടിന്യൂസ് റെയിൻ തന്നെയായിരുന്നു. അതുകൊണ്ട് എവിടെയും നിർത്താനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ആക്ച്വലി എനിക്കും ജോനക്കൊന്നും വിശക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന് നല്ല വിശക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഈ റെസ്റ്റോറൻറ്റ് ആക്ച്വലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അണ്ടറിലുള്ളതാണ്. അവർ തന്നെയാണ് ഇത് മാനേജ് ചെയ്യുന്നതും. അടുത്ത് തന്നെ ഒരു ചെറിയ ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അവിടെ നല്ല പുൽത്തൈലവും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. വലിയ വിശപ്പൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ഹണി ടാർട്ടും ജോന് ഒരു കപ്പ് കേക്കും ആണ് പറഞ്ഞത്. ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഫുഡിന് റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുക്കാറില്ല. ജോനിക്ക് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നും പറഞ്ഞ്. നിതിൻ ഊണാണ് പറഞ്ഞത്. നല്ല ഊണായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. നിതിന് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ജോനിക്ക് അപ്പോൾ അവിടെ നിന്ന് ഓംലെറ്റ് വേണം. അങ്ങനെ ഒരു ഓംലെറ്റും വാങ്ങി. പക്ഷെ ഫീഡ് ചെയ്യാൻ പോയപ്പോൾ അവന് ഓംലെറ്റ് വേണ്ട. പിന്നെ ആ ഓംലെറ്റും കൂടി അവസാനം ഞാൻ കഴിക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ മറയൂർക്ക് പോയി. അപ്പോൾ മറയൂർ വീഡിയോ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്.